ക്ലാസ്സിൽ 10-15 സ്റ്റുഡൻസെ കാണുന്നുള്ളൂ. 10,000 പേരിരിക്കുന്നതായ ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കേണ്ടി വരുന്നത് ആദ്യമായിട്ടാണ്. ഒരിടവകയിൽ ഇത്രയും അധികം ആളുകൾ പ്രസൻ്റ് ആകുന്നൊരു ക്ലാസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഭിമുഖീകരിക്കുന്നത് തന്നെ. മലങ്കര സഭയിലെ ഏറ്റവും വലിയ ഇടവകയെന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണെന്നുള്ളത് ഒരിക്കൽ കൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു നല്ല തുടക്കം ഈ കോൺഫറൻസിന് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വൈദികർ ശ്രേഷ്ഠമായി ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും കഴിവുള്ളവരാണ്. ഇന്നത്തെ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഈ കോൺഫറൻസിൽ ചിന്തിക്കേണ്ടതിൻ്റെ പ്രസക്തിയെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ മനോഹരമായി ചുരുക്കമായി ബഹുമാന്യായ ബിജുദാനിലച്ചൻ ഓർപ്പിക്കുകയുണ്ടായി. വളരെ സരസമായി ചിന്തോദ്ദീപകമായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, നാട്ടിൽ നിന്നൊക്കെ ഞങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനൊരു കോൺഫറൻസിന് ലീഡർഷിപ്പ് കൊടുക്കേണ്ട വലിയ അത്യാവശ്യമുണ്ടോ? അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇടയ്ക്കൊക്കെ ഒരു പുതുമയാകട്ടെ എന്ന് വെച്ചുകൂടിയാണ് ചില റിസോഴ്സ് പേഴ്സൺസിനെയൊക്കെ ചിലപ്പോഴിങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. സാധാരണ സെമിനാരിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന, പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്ന വിഷയങ്ങളൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ദൈവശാസ്ത്രവും പെട്രോളജി അല്ലെങ്കിൽ ഏൻഷ്യൻ ക്രിസ്ത്യൻ വിസ്ഡം ഒക്കെയാണ്, ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്. വ്യത്യസ്തമായി കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട ചർച്ചകളും ചിന്തകളുമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ള നിയോഗം. കൊയിനോണിയ എന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി ഭൂമിയിലെ പർദീസിയായ കുടുംബം തീമാക്കി അതിമനോഹരമായി ഒരു ഗാനം ഇവിടെ രൂപപ്പെടുത്തിയത് ആലപിച്ച് കേൾക്കാനായിട്ടിടയായി. അതും ഒരു നല്ല തുടക്കത്തിന് പശ്ചാത്തലമൊരുക്കി. സാമും ഗ്രൂപ്പും മനോഹരമായിട്ട് ആ ചിന്തകൾ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വിധത്തിൽ ഹൃദ്യമായി പാടി നമ്മെ ആനന്ദിപ്പിച്ചിരിക്കുകയാണ്. ദൈവാത്മാവിനെ കുറിച്ച് വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ആത്മസ്വഭാവമുള്ളവരായി തീരുവാൻ സഹായിക്കുന്ന ആത്മാവിൻ്റെ സഹായത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആദ്യന്തം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് പത്രോസ്ലീഹായും ഒക്കെ പെന്തിക്കോസ്തിയുടെ ദിവസം പ്രസംഗിച്ചപ്പോൾ വിവിധ ദേശക്കാരായി, വിവിധ ഭാഷക്കാരായി യെരുശലേമിൽ യഹൂദന്മാരുടെ പെന്തിക്കോസ്തി പെരുന്നാളിൽ സംബന്ധിക്കാൻ വന്നവർക്ക് അവരവരുടെ ഭാഷയിലും ശൈലിയിലും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ് അതിൻ്റെ ഫലമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അടുത്തു വരാനും സഭയിൽ അംഗങ്ങളായി തീരുവാനും അവർക്കൊക്കെ സാധ്യമായി. പരിമല പെരുന്നാളിന് പരിശുദ്ധ ബാബാ തിരുമേനി മലയാളത്തിൽ പ്രസംഗിക്കുന്നത് ഇവിടെ നിന്നൊക്കെ ചെല്ലുന്നതായ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷിലും, വടക്കേന്ത്യയിൽ നിന്ന് ചെല്ലുന്നതായ പിള്ളേർക്ക് ഹിന്ദിയിലും, മഹാരാഷ്ട്രയിൽ നിന്ന് ഒക്കെ ഉള്ളവർക്ക് മറാഠിയിലും, ആസാമിൽ നിന്നുള്ളവർക്ക് ആസാമീസ് ഭാഷയിലും ഒക്കെ ഗ്രഹിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിശയോക്തിയായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അതുപോലത്തെ ഒരു സംഭവം ആദിമ പെന്തിക്കോസ്തിയുടെ നാട്ടിലുണ്ടായി. എന്നാൽ ബാബേൽ കോട്ട പണിയുന്ന സമയത്ത് ഭാഷ തിരിച്ചറിയാതെ വന്നു, കലഹമുണ്ടായി, ശിഥിലീകരണമുണ്ടായി. പണിക്ക് വേണ്ടി കല്ല് കൊണ്ടുവരാൻ പറയുമ്പോൾ ചിലപ്പോൾ സിമന്റ് ആയിരിക്കും എടുത്തോണ്ട് വരുന്നത്. ശിഥിലീകരണവും ഡിസൻറ്റഗ്രേഷനും ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. സെൽഫ് സെന്റേർഡ് ആയിരിക്കുന്ന, സെൽഫ് ഗ്ലോറിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു കോട്ട പണിയാൻ മനുഷ്യൻ ശ്രമിച്ചപ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ ഭാഷയ്ക്കൊക്കെ അപ്പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടന്ന നിമിഷത്തിലാണ് സഭയാകുന്ന കോട്ട പണിയപ്പെടുന്നത്. ഒരു വലിയ കൂട്ടായ്മ അവിടെ ഉണ്ടായി.
ആ കൂട്ടായ്മയുടെ അനുഭവത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പെന്തിക്കോസ്തിയുടെ തൊട്ട് പിന്നാലെയാണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നാം വായിച്ചു കേൾക്കുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 42. അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു എന്ന് പറയുന്നിടത്ത് കൂട്ടായ്മ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഈ കൊയിനോണിയ. കൊയിനോണിയ ഫെലോഷിപ്പ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ പൊതുവായി പങ്കുവെക്കുന്ന അനുഭവത്തെയാണ് പ്രധാനമായിട്ടും അത് സൂചിപ്പിക്കുന്നത്. ആദിമ ക്രിസ്തീയ സമൂഹം ഈ ആത്മാവിൽ നിറഞ്ഞ തികഞ്ഞ ഐക്യത്തിലേക്ക് ദൈവരാജ്യ അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവർ വസ്തുവകകൾ പോലും ഒരുമിച്ച് കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു അതുല്യമായിരിക്കുന്ന സോഷ്യലിസം പ്രാക്ടീസ് ചെയ്യുന്ന തികഞ്ഞ ഫെലോഷിപ്പ് ഫോളോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയായി കൂട്ടായ്മയായിട്ട് മാറി. ഏൻഷ്യൻ ക്ലാസിക്കൽ ഗ്രീക്ക് കൾച്ചറിലുമൊക്കെ കൊയിനോണിയ എന്നുള്ളത് കുടുംബത്തെ സൂചിപ്പിക്കുന്നതിനായി, ഭാര്യാഭർത്തൃ ബന്ധത്തെ സൂചിപ്പിക്കുന്നതിനായി, ലൈഫ് പാർട്ട്ണർഷിപ്പിനെ സൂചിപ്പിക്കുന്നതിനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന്റെ പ്രസംഗത്തിൽ ഓർപ്പിച്ചു. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന് ചിലയിടങ്ങളിലൊക്കെ കൂടുമ്പോൾ ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. അതോടൊപ്പം ഇവിടെ നാം കേൾക്കുകയുണ്ടായി, തികഞ്ഞ താളലയത്തോടുകൂടി ഒരുമിച്ച് പാടുന്ന അനുഭവമൊക്കെയാണ് കുടുംബമെന്ന് ടാഗോറിനെയൊക്കെ ഉദ്ധരിച്ച് കേട്ടു. 1-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ഇഗ്നാത്യോസ് നോറോനോ, സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, അദ്ദേഹത്തിന്റെ രചനകളിൽ സഭയെ സംബന്ധിച്ച് ഇങ്ങനെ എഴുതി: ദി ചർച്ച് ഈസ് എ choir to sing Christ. ക്രിസ്തുവിനെ പാടുവാനുള്ള ഗായക സംഘമാണ് സഭ. അത് നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് മാറ്റി പറയാം. ഫാമിലി ഈസ് എ choir to sing Christ. ക്രിസ്തുവിനെ പാടുവാനുള്ള ഗായക സംഘമാണ് കുടുംബം. ഗായക സംഘത്തിൽ വിവിധ ടോണിലുള്ളവര്, ശബ്ദമുള്ളവര് ഒക്കെ ഉണ്ട്. താളം വ്യത്യസ്തമായിരിക്കുകയില്ല, ശബ്ദതലങ്ങളിൽ വ്യത്യാസങ്ങളൊക്കെ കാണും. അതോടൊപ്പം വിവിധ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നു. ഇതെല്ലാം വളരെ ഹാർമോണിയസ് ആയിട്ട് വരുമ്പോൾ മനോഹരമായ ഇമ്പകരമായിരിക്കുന്ന ഗാനമായി അത് പുറത്തേക്ക് വരികയാണ്. ഇതുപോലെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഗ്രാൻഡ് പേരൻസും ബന്ധപ്പെട്ടവരും എല്ലാം ചേർന്ന് ഒരു ഹാർമോണിയസ് ആയിട്ട് പാടുന്ന അനുഭവം. അത് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്ന് പാടുന്ന കാര്യത്തിലല്ല, അതിലൊക്കെ ഉപരിയായി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അങ്ങനെ ഒരു ഹാർമോണി എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവമാണ് കുടുംബത്തിൽ ഭൂമിയിൽ പർദീസ എന്നൊക്കെ പറയുന്നത്. ദൈവത്തോട് ചേർന്ന് വസിക്കുകയും ഈ ഫെലോഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുകയും ദൈവത്തിന്റെ ഭരണത്തിന് വിധേയപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ ദൈവരാജ്യം എന്ന് പറയുന്നത്. കിങ്ഡം, ഇറ്റ് സിംബലൈസസ് ദ റൂൾ ഓഫ് കിങ്. Kingdom of God means submission to the rule of the King of Kings, God. ദൈവത്തിന്റെ ഭരണത്തിന് താല്പര്യങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് പർദീസ എന്ന് പറയുന്നത്. നമ്മൾ ഈ കർത്തൃ പ്രാർത്ഥനയില് ദൈ കിങ്ഡം കം, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷ നിന്റെ രാജ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ. മൽപ്രിയനെ എന്നുള്ള പാട്ടൊക്കെ പാടി ഞങ്ങളെ അങ്ങോട്ടങ്ങ് കൊണ്ടുപോകണേ എന്നൊക്കെയുള്ള രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ കർത്താവ് നമ്മെ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഉദ്ദേശിച്ചത് ആ ദൈവരാജ്യ അനുഭവം ഞങ്ങളുടെ ഇടയിലേക്ക് വരണം, നിന്റെ രാജ്യം ഇങ്ങോട്ട് വരണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗീയ മാലാഖമാർ നിന്റെ ഇഷ്ടം പൂർണ്ണതയിൽ 100% പെർഫെക്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ തക്കവണ്ണം എപ്പോഴും ജാഗരൂകരായിട്ടിരിക്കുകയാണ്. അതുപോലെ ഭൂമിയിൽ ഭൗമികരായ ഞങ്ങൾക്കും നിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ തക്കവണ്ണമുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് കുടുംബ ജീവിതത്തിലൂടെ പ്രത്യേകിച്ച് പരദേശിയുടെ അനുഭവം, ദൈവരാജ്യ അനുഭവം, ദൈവത്തിന്റെ ഭരണം കൊണ്ടുവരുന്നതിനായി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ കർത്തൃ പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തി ഇന്നത്തെ ചിന്താവിഷയം ഒന്ന് പങ്കുവെക്കാനും ചർച്ച ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കർത്തൃ പ്രാർത്ഥന ഇതിനോടകം ലക്ഷക്കണക്കിന് പ്രാവശ്യം ചൊല്ലിയിട്ടുള്ള ആളുകളുണ്ട്. ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും ചൊല്ലുകയാണെങ്കിൽ ലോർഡ്സ് പ്രയർ ഇതിനോടകം എത്ര പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞ് കാണുമെന്നുള്ളത് ചിന്തിക്കുക. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ഭവനത്തിലെ പ്രാർത്ഥനയിലുമെല്ലാമായിട്ട് ലക്ഷക്കണക്കിന് പ്രാവശ്യം ചൊല്ലിത്തീർത്തിട്ടുള്ളതാണ്. കർത്താവ് പഠിപ്പിച്ചതായ ഈ പ്രാർത്ഥനയുടെ ഓരോ വാക്കും ഓരോ വാചകവും മണിക്കൂറുകളോളം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള വിഷയങ്ങളാണ്. വളരെ ദീർഘമായി സംസാരിക്കാൻ സാവകാശമില്ല, എങ്കിലും ചുരുക്കമായിട്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ കർത്തൃ പ്രാർത്ഥനയൊന്ന് പഠിക്കുവാനായിട്ടാണ് പ്രധാനമായിട്ടും ആദ്യ സെഷനിൽ ശ്രമിക്കുന്നത്. അതിന് ആദ്യമായി സ്വർഗസ്ഥന പിതാവേ എന്ന് വിളിച്ച് ആദ്യം അപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, ഹാലോഡ് ബി ദൈ നെയിം. എന്താണ് ഇതിന്റെ അർത്ഥം? 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിച്ചിട്ടുള്ളത്? ദൈവത്തിന്റെ നാമം നമ്മുടെ ഒന്നും റെക്കമെൻഡേഷൻ കൂടാതെ തന്നെ വളരെ പരിശുദ്ധമാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, ഹാലോഡ് ബി ദൈ നെയിം. നമ്മുടെ പ്രാർത്ഥനയും വലിയ റെക്കമെൻഡേഷനും ഒന്നും കൂടാതെ തന്നെ ഗോഡ്സ് നെയിം ഈസ് ഹോളി, ഹിസ് നെയിം ഈസ് ഹാലോഡ്, ദെൻ വൈ ഷുഡ് വി പ്രേ ഹാലോഡ് ബി ദൈ നെയിം. നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണം. മക്കളായ ഞങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നിന്നിലുള്ള താല്പര്യം വർദ്ധിക്കാനും നിന്നിലുള്ള ആശ്രയം ഉണ്ടാകാനായിട്ടിടയാകണം. മാതാപിതാക്കളുടെ ജീവിതശൈലി കണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകണം. ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനും ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാനായിട്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം ഈ ആദ്യത്തെ പ്രാർത്ഥനയുടെ മനോഹരമായിരിക്കുന്ന വ്യാഖ്യാനമാണ്. മദർ തെരേസ മിക്കവാറും കോട്ട് ചെയ്യുന്ന ഒരു വാക്യമായിരുന്നു അത്. സെയിന്റ് മാത്യു ചാപ്റ്റർ 5:16. മറ്റുള്ളവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗീയ പിതാവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് സ്വർഗീയ പിതാവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ. ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ മക്കളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ മഹത്വവും വിശുദ്ധിയും സ്നേഹവും കരുണയുമൊക്കെ ലോകം കാണേണ്ടത്. ജിമ്മി കാർട്ടർ ഒരു തികഞ്ഞ വിശ്വാസിയായി പ്രസിഡന്റായ കാലത്തും അതിനുശേഷവും ഒക്കെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പരിചയം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ലിവിംഗ് ഫെയ്ത്ത് എന്നുള്ളതായ ഓട്ടോബയോഗ്രഫിക്കലായിരിക്കുന്നതായ പുസ്തകത്തില് അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്കയിൽ 2 തരം ക്രിസ്ത്യാനിറ്റി ഉണ്ട്. ഒന്ന് ഭയങ്കര ഇമോഷണൽ സ്പിരിച്വാലിറ്റി ഒക്കെ അപ്ഹോൾഡ് ചെയ്യുന്ന കരിസ്മാറ്റിക് ടൈപ്പുള്ള ഗ്രൂപ്പുകളാണ്. മറ്റൊന്ന് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിന്, ക്രിസ്തീയ ശിഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്നതായ ഒരു ക്രിസ്തീയ ശൈലിയും വിഭാഗവുമാണ്. ആ 2ാമത്തെ തലത്തിൽപ്പെട്ടതാണ് എൻ്റെ അമ്മയും എൻ്റെ മാതാപിതാക്കളുമൊക്കെ. എൻ്റെ അമ്മയുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ, ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഈ ക്രിസ്തുവിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയി. ബോംബെയിൽ ചേരികളിൽ വന്ന് അനേക മാസങ്ങൾ അമ്മ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിച്ചതിനെ കുറിച്ച് അദ്ദേഹം അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയാണ് നല്ല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. നമ്മുടെ ആരാധനയിൽ
വിവാഹ കൂദാശയിൽ ചൊല്ലുന്നുണ്ട്, ദൈവമേ ഇവർക്ക് സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. എൻറിച്ച് them with good deeds. ഇവരിൽ നിന്ന് സൽപ്രവർത്തികളാകുന്ന സുഗന്ധ പരിമളം വീശുവാൻ ഇടയാക്കണമേ. ഒരുമിച്ച് ചേർന്ന് കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളത് മാത്രമല്ല, ഒരുമിച്ച് ചേർന്ന് മാതാപിതാക്കളിലെ ഭാര്യ ഭർത്താക്കന്മാര് അവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ, സൽപ്രവർത്തികളിലൂടെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകണം. നല്ല പ്രവർത്തനങ്ങൾ എന്നുള്ളത് മാത്രമല്ല, പ്രതിസന്ധികളില് കഷ്ടതകളുടെ നടുവിൽ എങ്ങനെ ദൈവാശ്രയത്തോടെ സമാധാനത്തോടെ നിൽക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ കാണുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനായിട്ട് ഇടയാകും. ബാംഗ്ലൂരില് കത്തീഡ്രലില് ഞാൻ പരിചയപ്പെട്ടു. അവിടുത്തെ അംഗമായിരുന്ന വിജയങ്ങൾ ഇവിടെയുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ആർമിയിൽ ഉയർന്ന ഉദ്യോഗത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സാജു. അദ്ദേഹത്തിന്റെ മകൾ 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സന്ദർഭത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ നാട്ടിൽ ഞാനൊന്ന് കാണുവാനും ആശ്വസിപ്പിക്കുവാനും ചെന്ന സമയത്ത് അവരുടെ വീടിന്റെ തിണ്ണയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു വാക്യമാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മൂത്ത മകൾ, 2 പിള്ളേരാണുള്ളത്. മകൻ മരിച്ചു കഴിഞ്ഞ സമയത്ത് ആ കഷ്ടതയുടെ നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. ആശ്വസിപ്പിക്കാൻ ചെന്ന എനിക്ക് ഇങ്ങോട്ട് പ്രചോദനം ലഭിച്ചതുപോലെ തോന്നി. പാമ്പാടിക്കാരനായിരുന്ന ഒരു ഡോക്ടർ രാജുവിനെ അറിയാം. അദ്ദേഹം ക്യാൻസറായി ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ മരിക്കുവാനിടയായി. മരണത്തിന്റെ കുറച്ച് നാൾ മുമ്പ്, മരണത്തോടടുത്തിരിക്കുന്ന സമയം, അദ്ദേഹം വന്ന കാണുന്നവർക്കൊക്കെ ആശ്വാസം പകരുന്ന അനുഭവമായിരുന്നു. കാറോടിച്ച് പാമ്പാടി ദേറായിൽ പോയി അന്ത്യകൂദാശയൊക്കെ സ്വീകരിച്ചു. തിരുമേനിമാരെയൊക്കെ ചിലരെ വിളിച്ചു പറഞ്ഞു ഏകദേശം ഇന്ന സമയത്തൊക്കെ ആയിരിക്കും. പത്രത്തിൽ കൊടുക്കാനായിട്ടുള്ളതൊക്കെ എഴുതി വെച്ചു, ഡേറ്റ് മാത്രം ഫിറ്റ് ചെയ്തിട്ടിരുന്നു. അതുപോലെ കുറെ കാര്യങ്ങൾ പ്രിപ്പറേഷൻസ് ആയിട്ടൊക്കെ നടത്തിയിട്ട് ഭാര്യയെയും മക്കളെയും വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ ശവമെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഇന്ന പാട്ട് പാടണം. അതുപോലെ ഓരോ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻ നൽകി. ഈ ദൈവാശ്രയം എന്ന് പറയുന്നത് എപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ മുഴുവൻ നീങ്ങിപ്പോകുന്നതായിരിക്കുകയില്ല. മരണത്തിന്റെയും രോഗത്തിന്റെയും ഒക്കെ നടുവിൽ നിൽക്കുമ്പോഴും കുടുംബമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഹാലോഡ് ബി ദൈ നെയിം, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. എൻ്റെ മൂത്ത മകൻ സ്പെഷ്യൽ ചൈൽഡാണ്, മെന്റലി ചലഞ്ചാണ്. അമേരിക്കയിൽ പഠിക്കുന്ന സമയത്ത് കൺസീവ് ചെയ്തെങ്കിലും അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒന്നും വേണ്ട എന്നുള്ളതായ ഒരു ചിന്തയില് നാട്ടിൽ വന്ന് കുഞ്ഞു ജനിച്ച് 1.5 വയസ്സായപ്പോഴാണ് ഇത് തിരിച്ചറിയുവാനായിട്ട് ഇടയായത്. വളരെയധികം വേദനപ്പെടുത്തുന്നതായ അനുഭവമായിരുന്നു. മാത്രമല്ല, ആദ്യയിടയ്ക്കൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ നാഗപൂരിൽ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ വരുന്നവരൊക്കെ വളരെ സഹതാപപൂർവ്വം പറയുന്നതായ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞ് ഭാര്യ എന്ന് കരയും. ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നു. തോമസ് ഹക്കംബീസിന്റെയും ഒക്കെ വാക്കുകളൊക്കെ ഉദ്ധരിച്ച് നമ്മുടെ സമാധാനം മറ്റുള്ളവരുടെ നാവിലായിരിക്കരുത്. സമാധാനത്തിന്റെ സ്രോതസ് ദൈവമായിരിക്കണം. താഴ്ത്തി പറയുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയം പതറരുത്. ഇതൊക്കെയാണേലും ചിലപ്പോൾ തിരിച്ചു പറയും, അത് ഹൃദയം കല്ലായിരുന്നാൽ മാത്രമേ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ 15 വയസ്സ് കഴിയുന്നു. അത് മറ്റൊരു അനുഗ്രഹമായി സ്വീകരിക്കുവാനായിട്ട് ദൈവം കൃപ നൽകി. ഇങ്ങനെയുള്ള അനേക കുടുംബങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചും ചിന്തിക്കാനും അവരുടെ വേദനയിൽ പങ്കുചേരാനും ഞങ്ങൾക്ക് 2 പേർക്കും ഒരു വലിയ കൃപ ലഭിച്ചു. അതിനോട് ബന്ധപ്പെട്ടുള്ള പല പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഞങ്ങൾക്ക് സെമിനാരിയായിട്ട് ആരംഭിച്ചിരിക്കുന്നതായ മെന്റലി ചലഞ്ചിലായിരിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രേരണ സ്കൂൾ എന്ന് പറയുന്നത്. സാധാരണ ഒരു ദൈവശാസ്ത്രം പഠിച്ച് ഒരു പ്രൊഫസറായിട്ട് അവിടെ പഠിപ്പിച്ചു വരികയാണെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യമാണ്.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ജീവിതത്തിന്റെ ഏതനുഭവത്തെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയും. ഇതാണ് നമ്മുടെ മുമ്പാകെയുള്ള കുടുംബമായിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. എങ്ങനെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവാശ്രയത്തോടെ ഒരു കുടുംബം നിൽക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു സാക്ഷ്യമാണ്. ഒരു യഹൂദ റാബായിയെ സംബന്ധിച്ചുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു കുഞ്ഞുണ്ടായി, മരിച്ചു, കുടുംബത്തിൽ വേദനയായി. 3 കുഞ്ഞുങ്ങളുണ്ടായി, അവരെല്ലാം മരിച്ചു. 5ാമത്തെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഇയാളുടെ കൂടെയുള്ള വെറുതെയൊക്കെ മതി, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. വലിയ പ്രാർത്ഥനയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള അനുഭവമാണല്ലോ ഉണ്ടായത്. ഓരോ പ്രാവശ്യവും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയെ ആശ്വസിപ്പിക്കാനായിട്ട് ഈ യഹൂദ റാബായി പറയുമായിരുന്നു, ഇതിനകത്തും ഒരു നന്മയുണ്ട്. 5ാമത്തെ കുഞ്ഞ് മരിച്ചപ്പോൾ ഇതിനകത്തും ഒരു നന്മയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, 5 കുഞ്ഞുങ്ങളുണ്ടായി, 5 കുഞ്ഞുങ്ങൾ മരിച്ചു, ഇതിനകത്ത് എന്താ നന്മയിരിക്കുന്നത്? അപ്പോഴ് ആ യഹൂദ റാബി പറഞ്ഞു, ചില വീടുകൾ ആ കൂടി ഒരു കുഞ്ഞായിരിക്കുമുള്ളത്. ഒരു കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിന്റെ വേദന എത്ര അധികമായിരുന്നു. അവർക്കൊന്ന് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം നമ്മളൊരു ഇൻസ്ട്രുമെന്റായി മുഖാന്തരമായി തീർന്നെങ്കിലോ അവർക്ക് പരസ്പരം വേദനയിലൊന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയുക. കണ്ടോ, ആ യഹൂദ റാബിയുടെ വീട്ടിൽ 5 പിള്ളേരുണ്ടായിരുന്നല്ലോ, അവർ 5ഉം മരിച്ചു, എന്നിട്ടും അവർ ഇപ്പോഴും ദൈവാശ്രയത്തോടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്ന് പങ്കാളിയോട് ചോദിക്കാൻ നമ്മളൊരു മുഖാന്തരമായാൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു അതിശയോക്തി കലർന്ന കഥയാണ്, എന്നാൽ പോലും നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ലാസർ മരിച്ച സന്ദർഭത്തിൽ അതിന് തൊട്ടു മുമ്പ് യേശുവിനെ കാണുവാൻ മാർത്തയും മറിയയും ആളെ അയക്കുമ്പോൾ അവർ വന്ന് പറഞ്ഞത് കേട്ട് കഴിയുമ്പോൾ യേശുവിന്റെ പ്രതികരണം എന്തായിരുന്നു? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനാണ്. This is for the glory of God, glorification of God's name. Hallowed be thy name. നമ്മുടെ ജീവിതത്തെ കുറിച്ച് പരിശോധിക്കണം. യേശു തമ്പുരാന്റെ ശുശ്രൂഷയുടെ ഒടുവിൽ തന്റെ ജീവിതത്തെ മുഴുവനൊന്ന് പുറകോട്ട് നോക്കിക്കൊണ്ട് ക്രിസ്തു പറയുന്നതായ ഒരു പ്രാർത്ഥനാ വാചകമുണ്ടല്ലോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ ഒരു വലിയ പ്രാർത്ഥനയാണ്. ഹൈ പ്രീസ്റ്റ്ലി പ്രയർ എന്നൊക്കെ പറയുന്ന മഹാപുരോഹിത പ്രാർത്ഥന. സ്വർഗസ്ഥ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ പിതാവിനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ 4-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതിന് പിന്നാലെയും പറയുന്നുണ്ട്, ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു ഓൺ എർത്ത്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ അന്ത്യത്തിൽ പുറകോട്ട് നോക്കി ഭാര്യയും ഭർത്താവും കുടുംബമായി ഒറ്റയ്ക്ക് ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞാൽ എത്ര അനുഗ്രഹരമാണെന്ന് ഓർക്കുക. ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, എന്നിലൂടെ, ഞങ്ങളിലൂടെ, ഞങ്ങളുടെ കുടുംബത്തിലൂടെ നിന്റെ നാമം പരിശുദ്ധമാകപ്പെട്ടു. ഈ പ്രാർത്ഥന സ്വന്തം മഹത്വത്തിന് വേണ്ടിയുള്ള ടെംപ്റ്റേഷനെ അതിജീവിക്കാനുള്ള പ്രാർത്ഥനയാണ്. It is not for the glorification of our name, but for the glorification of God's name. Hallowed be thy name, not my name. എന്റെ കുടുംബത്തിന്റെയോ എന്റെ വ്യക്തിപരമായ മഹത്വത്തിന് വേണ്ടിയോ നാമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയോ അല്ല ഞാൻ നിലകൊള്ളുന്നത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. സാധാരണ മനുഷ്യർ, മുക്കുവരും കൃഷിക്കാരും ഒക്കെ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ എന്തായിരുന്നു? പലസ്തീനിൽ യേശു തമ്പുരാൻ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സാധാരണക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് രോഗസംബന്ധമായ കാര്യങ്ങള്, ജോലിയുടെ ഇൻസെക്യൂരിറ്റി നടുവിലുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെയുണ്ട്. പക്ഷെ യേശു ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ആദ്യം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമല്ല. മറിച്ച് കൂടുതൽ മുന്തിരി കിട്ടണമെന്നും കൂടുതൽ മീൻ കിട്ടണമെന്നും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സാധാരണ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ഉയർന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും ജീവിതം മുഴുവൻ സ്വന്തം മഹത്വത്തിന് വേണ്ടി ഓടാനായിട്ടുള്ള ശ്രമമായിരുന്നു. അഭിമന്യ ബർണ്ണബാസ് തിരുമേനി അധികം തമാശ ഒന്നും പറയാത്ത ആളാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും ഒരിക്കലും കണ്ടപ്പോഴേതോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു തമാശ, ഒരു കഥയായിട്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. തിരുവേനിയുടെ നാട്ടിൽ നടന്ന പോലെ തിരുവേനി അവതരിപ്പിക്കുകയാണ്. ഒരാള് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വഴിയിൽ ഒരാളെ കണ്ടുപിട്ടി. സ്നേഹിതനാണ്, ഇയാളോടെ പോയതാണ്. താങ്കളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ മടങ്ങി വരികയാണ്. എന്താ കാര്യം?
അല്ല, വിത്ത് ഉണ്ടോ എന്ന് ചോദിക്കാൻ പോയത്. എന്നിട്ട് വിത്തില്ല എന്ന് ഭാര്യ പറഞ്ഞു. അവൾ അങ്ങനെയാണോ പറഞ്ഞത്? എന്നാൽ അയാൾ എൻ്റെ കൂട്ടത്തിൽ വരാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നു ഇരുത്തി വർത്താനമൊക്കെ പറഞ്ഞു. വിത്തിൻ്റെ കയ്യിൽ അതിവിടെ ഇല്ലെന്ന് വീട്ടുകാരൻ വ്യക്തമായി തറപ്പിച്ചു പറഞ്ഞു. ഇത് പറയാനാണ് എന്നെ ഇവിടെയോട്ട് വിളിച്ചുകൊണ്ട് വന്നത്.